നിലമ്പൂർ മണ്ഡലത്തിൽ തന്നെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ ആര്യടൻ ഷൗക്കത്ത് വിജയിക്കുമെന്നതായിരുന്നു യു.ഡി.എഫിന്റെ ആദ്യഘട്ടത്തിലെ വിലയിരുത്തൽ. എന്നാൽ ബൂത്ത് അടിസ്ഥാനത്തിലുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ യു.ഡി.എഫിന് അത്ര ആത്മവിശ്വാസമില്ല. പകരം ഒരു 7000 മുതൽ 15000 വരെ ഉള്ള വോട്ടുകൾക്ക് ആര്യടൻ ഷൗക്കത്ത് വിജയിക്കുമെന്നതാണ് യു.ഡി.എഫിന്റെ ഇപ്പോഴത്തെ വിലയിരുത്തൽ എന്ന് പറയുന്നത്. ഒരു ട്രെൻഡ് ഉണ്ടെങ്കിൽ അതിന് മേലെയും പോകാമെന്നതാണ് അവരുടെ കണക്ക് കൂട്ടൽ എന്ന് പറയുന്നത്. എന്തായാലും പല ഘടകങ്ങൾ ഈ മണ്ഡലത്തിൽ യു.ഡി.എഫിന് അനുകൂലമായി വർക്ക് ചെയ്തിട്ടുണ്ട് എന്നതാണ് അവർ പറയുന്നത്. പ്രധാനമായും യു.ഡി.എഫിന്റെ ഐക്യം തന്നെയായിരുന്നു. പ്രധാനമായും കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിൽ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിലും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇവിടെ ലീഗും കോൺഗ്രസുമായി വലിയ രീതിയിലുള്ള ശത്രുത ഭിന്നിപ്പൊക്കെ ഉണ്ടായിരുന്നു. പകരം ഇത്തവണ അങ്ങനെയായില്ല. ലീഗ് തന്നെ മത്സരിച്ചതുപോലെയാണ്, അതായത് ലീഗിൻ്റെ ഒരു നേതാവ് മത്സരിച്ചതുപോലെയാണ് ഇത്തവണ മുസ്ലിം ലീഗ് ഇവിടെ മണ്ഡലത്തിൽ വർക്ക് ചെയ്തത്. അതുകൊണ്ട് തന്നെ അവർ തമ്മിൽ വലിയ രീതിയിൽ ഐക്യമുണ്ടായിരുന്നു. അത് തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമെന്നതാണ് യു.ഡി.എഫിന്റെ പ്രധാനമായ വിലയിരുത്തൽ എന്ന് പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അത് ഭരണവിരുദ്ധ വോട്ടുകളാണ്. പി.വി. അൻവർ മത്സരിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഒരു പ്രധാനപ്പെട്ട പ്രതിപക്ഷം എന്ന നിലയിൽ ഭരണവിരുദ്ധ വോട്ടുകൾ എല്ലാം തന്നെ ആര്യടൻ ഷൗക്കത്തിലേക്ക് കേന്ദ്രീകരിച്ചിട്ടുണ്ട് എന്നതാണ് യു.ഡി.എഫിന്റെ മറ്റൊരു വിലയിരുത്തൽ എന്ന് പറയുന്നത്. എന്തായാലും പഞ്ചായത്ത് അടിസ്ഥാനത്തിലുള്ള കണക്കുകളിലേക്ക് വന്നാൽ പ്രധാനമായും വഴിക്കടവ് മൂത്തേടവുമാണ് യു.ഡി.എഫ് വമ്പിച്ച ലീഡ് പ്രതീക്ഷിക്കുന്ന രണ്ട് പഞ്ചായത്തുകൾ എന്ന് പറയുന്നത്. ഇതിൽ വഴിക്കടവിൽ 2000 മുതൽ 2500 വോട്ടിൻ്റെ ലീഡാണ് യു.ഡി.എഫ് പ്രതീക്ഷിക്കുന്നത്. ഒപ്പം മൂത്തേടത്ത് 3500-ലധികം വോട്ടിലെ ലീഡും അവർ പ്രതീക്ഷിക്കുന്നു. മൂത്തേടം എന്ന് പറയുന്നത് ലീഗിൻ്റെ കൂടി വലിയ രീതിയിലുള്ള ശക്തി കേന്ദ്രമാണ്. ഈ രണ്ട് പഞ്ചായത്തിലും വലിയ രീതിയിൽ ലീഡ് നേടും. ഒപ്പം ആകെയുള്ള 7 പഞ്ചായത്തിൽ 2 പഞ്ചായത്ത് ഒഴികെ, അതായത് കരുളായിയും അമരമ്പലവും ഒഴികെയുള്ള 5 പഞ്ചായത്തിലും ലീഡ് നേടാൻ കഴിയുമെന്നതാണ് യു.ഡി.എഫിൻ്റെ വിലയിരുത്തൽ. ഒപ്പം നിലമ്പൂർ നഗരസഭയിലും തങ്ങൾക്ക് മുന്നിലെത്താനാകും എന്നതാണ് യു.ഡി.എഫിൻ്റെ വിലയിരുത്തൽ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു 7000 മുതൽ ഒരു 10000 വരെയുള്ള, അത് ട്രെൻഡിനനുസരിച്ച് പോവുകയാണെങ്കിൽ ഒരു 15000 വരെ ലീഡിലേക്ക് എത്താമെന്നതാണ് യു.ഡി.എഫിൻ്റെ നിലവിലെ വിലയിരുത്തൽ എന്ന് പറയുന്നത്.